പ്രാണനെ നെഞ്ചോട് ചേർത്താണ് പോലീസുകാർ പാഞ്ഞത്. ജീവന്റെ തുടിപ്പ് തൊട്ടറിഞ്ഞ വേഗം. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട 37-കാരി കാമുകനിൽ നിന്നാണ് ഗർഭം ധരിച്ചത്. തുടർന്ന് വാടക വീട്ടിലെ ശുചിമുറിയിൽ ആൺകുഞ്ഞിന് ജന്മം നൽകി. ശേഷം കുഞ്ഞിനെ ബക്കറ്റിൽ ഉപേക്ഷിച്ചു. ഇതിനിടെ രക്തസ്രാവം അമിതമായതോടെ യുവതിയെ ബന്ധുക്കൾ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. നവജാത ശിശു മരിച്ചുവെന്നാണ് യുവതി ഡോക്ടറോട് പറഞ്ഞത്. സംശയം തോന്നിയ ഡോക്ടർ ഉഷ വിവരം പോലീസിൽ അറിയിച്ചു. തുടർന്ന് ഇവർ താമസിച്ച വീട്ടിലെത്തിയ പോലീസ് ശുചിമുറിയിലെ ബക്കറ്റിൽ കുഞ്ഞിനെ കണ്ടെത്തുകയായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചപ്പോൾ സ്ത്രീ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് അഡ്മിറ്റ് ആയിരുന്നു. ബ്ലീഡിംഗ് ബ്ലഡ് ഒരുപാട് പോയതുകൊണ്ട് തുടർന്ന് ഞങ്ങൾ കൊച്ചിനെ കണ്ടപ്പോൾ ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്, അവിടെ കുഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി ഞങ്ങൾ അന്നേരം തന്നെ പുറപ്പെട്ട് അവിടെ ചെല്ലുന്നു. കുളിമുറി നോക്കുമ്പോൾ ബക്കറ്റ് ഇരിപ്പുണ്ട്. പക്ഷേ ബക്കറ്റിലെല്ലാം ബ്ലഡ് ആയ കുറേ വസ്ത്രങ്ങളൊക്കെയാണ് കാണുന്നത്. ആരുടെയോ നിയോഗം ദൈവത്തിന്റെ കൈവിളി എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയും സാറ് പറഞ്ഞു എടുക്കടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ എടുത്തുകൊണ്ട് നേരെ ഓടി പോകുമായിരുന്നു. ഇപ്പോൾ ആ കുഞ്ഞ് നല്ല രീതിയിൽ എത്തിയെന്ന് അറിയുമ്പോൾ വളരെയധികം സന്തോഷം. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർ ഈ ന്യൂസ് കാണുമ്പോൾ അവരുടെ നെഞ്ചൊന്ന് പിടയ്ക്കും. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ കുഞ്ഞുങ്ങളെ വേണ്ടാത്തവർക്ക് എന്തിനാണ് ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്? അർഹതപ്പെട്ടവർക്കല്ലേ ദൈവം കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങളെ. എന്തായാലും ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. ആ കുഞ്ഞിനെ ഇറ്റലിക്കാരായ ദമ്പതിമാർ അഡാപ്റ്റ് ചെയ്തു.